കാട്ടാനയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ച് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ തുറന്നുവിടുന്ന കാട്ടാനകളിൽ നിന്നുള്ള സിഗ്നൽ പങ്കുവയ്ക്കാൻ ഏകീകൃത സംവിധാനം വേണമെന്നും കർണാടക വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായില്ലെന്നത് ഗുരുതരമായ വീഴ്ചയ്ക്കിടയാക്കിയെന്നും മന്ത്രി വ്യക്തമാക്കി. കാട്ടാനയുടെ അക്രമത്തിൽ മാനന്തവാടിയിൽ ഒരാൾ കൊല്ലപ്പെടാനിടയാക്കിയ സംഭവത്തെ ഗുരുതരമായി തന്നെ കാണുന്നുവെന്ന് പറഞ്ഞ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ സംഭവിച്ച നിസ്സഹായാവസ്ഥ തുറന്നു പറഞ്ഞു. റേഡിയോ കോളർ ഘടിപ്പിച്ച കർണാടക വനംവകുപ്പ് കാട്ടിൽ തുറന്നുവിട്ട കാട്ടാനയിൽ നിന്നുള്ള സിഗ്നൽ കർണാടക പങ്കുവച്ചില്ല. നിരീക്ഷണത്തിന് കേന്ദ്രീകൃത സംവിധാനങ്ങൾ ഇല്ലാത്തതും ഗുരുതര വീഴ്ചയായി. സ്വാഭാവികമായും ഒരു ജനസമൂഹം എന്നുള്ള നിലയിൽ അവർ പ്രതിഷേധിക്കുന്നതിനെ കുറ്റപ്പെടുത്താൻ നമുക്കാർക്കും സാധ്യമല്ല. അത്രയും ഗുരുതരമായ അവസ്ഥയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നല്ല പുലർച്ചെയാണെന്നാണല്ലോ നമുക്ക് കിട്ടിയുള്ള റിപ്പോർട്ട്. പുലർച്ചെയാണ് സംഭവം ഉണ്ടാകുന്നതെന്നാണ്. പിന്നെ ഇതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു കടുവയിറങ്ങി വനം വകുപ്പ് ജീവനക്കാരനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഭീതിജമായ ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ട. അതിനെ ചെറുതായി കാണാൻ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളും അതിനെ ചെറുതായി കാണാനല്ല ശ്രമിക്കുന്നത്. കാട്ടാന നാട്ടിലിറങ്ങിയിട്ടും തുരത്താൻ കഴിയാത്തതിന് കാരണം എന്തായാലും അത് സംസ്ഥാന വനംവകുപ്പിന് സംഭവിച്ച വലിയ വീഴ്ച തന്നെയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ ക്രിയാത്മക നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിച്ചേക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.